നമ്മൾ കണ്ടിട്ട് കുറച്ച് ദിവസമായി എന്ന് എനിക്കറിയാം. കുറച്ച് ഡിലേ വന്നിട്ട് ഇടയ്ക്ക് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത കുറച്ച് തിരക്കുകളുണ്ടായിരുന്നു. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എറണാകുളത്ത് എത്തിയിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നൊരു ട്രെയിൻ യാത്രാ വീഡിയോ അല്ല, കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ തന്നെയാണ്. പക്ഷേ നമ്മൾ ഇവിടെ കൊച്ചിയിലുണ്ട്, നമ്മൾ എറണാകുളം ടൗൺ സ്റ്റേഷനിലാണ് ഞാനിപ്പോൾ വന്നിറങ്ങിയിട്ടുള്ളത് കേട്ടോ. കോർബ തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ്സിനാണ് വന്നിറങ്ങിയത്. അതൊരു വീക്കിലി ഓടുന്ന ഒരു ട്രെയിനാണ് കേട്ടോ. അപ്പോൾ അതിന് വന്നിട്ട് ഞാൻ ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ മട്ടാഞ്ചേരി ഹോൾട്ട് റെയിൽവേ സ്റ്റേഷൻ, അതേപോലെ തന്നെ നമ്മുടെ ഓൾഡ് കൊച്ചി ടെർമിനൽ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. അത് രണ്ടും നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. നല്ല അടിപൊളിയായിട്ട് തന്നെ കവർ ചെയ്യും. നമ്മൾ ഇവിടെ നിന്ന് എങ്ങനെയാണ് അവിടേക്ക് എത്തുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ സ്റ്റേഷനും ഉണ്ടാവും കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്ത് കവർ ചെയ്തിട്ട് പോവാം. അപ്പോൾ ഞാൻ ഇത് നടക്കുക കേട്ടോ. എറണാകുളം ടൗൺ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് അതിൻ്റെ ഫ്രണ്ടിലേക്കാണ് നടക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നിന്ന് മെട്രോ കയറി സൗത്ത് മെട്രോ സ്റ്റേഷൻ അങ്ങോട്ട് പോകാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ ബസ് ഉള്ളത്. അപ്പോൾ ഞാൻ ഇത് പുറത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് പോയിട്ട് നമ്മുടെ എറണാകുളം ടൗൺ സ്റ്റേഷനിൽ നിന്ന് വളരെ അടുത്ത് തന്നെ കേട്ടോ മെട്രോ സ്റ്റേഷൻ. ടൗൺ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് റൈറ്റ് എടുത്ത് കഴിഞ്ഞൊരു 100 മീറ്റർ പോയാൽ തന്നെ നമ്മുടെ മെട്രോ സ്റ്റേഷനായി. ഇതാണ് നമ്മൾ നടന്നു പോകുന്നത് കേട്ടോ. എറണാകുളം ടൗൺ സ്റ്റേഷൻ്റെ വഴിയാണ്. ഇതിപ്പോൾ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൻ്റെ എൻട്രൻസ് സൈഡാട്ടോ. അപ്പുറത്തെ എൻട്രൻസ് കുറച്ചുകൂടെ വലുതാണ്, സെക്കൻഡിൻ്റെ. അപ്പോൾ ഇവിടെ നല്ല ബ്ലോക്കാണ് ഈ സമയത്ത്. നമ്മളിത് ഇവിടെ നിന്ന് വന്നിറങ്ങി മെയിൻ റോട്ടിൽ നമ്മൾ നേരെ റൈറ്റ് എടുത്തിട്ട് തിരിഞ്ഞ് പോകുമ്പോഴാട്ടോ നമ്മുടെ മെട്രോ സ്റ്റേഷൻ്റെ ആ പില്ലർ കാണുന്നത്. അപ്പോൾ ഈ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ പിടിച്ചാണ് മെട്രോ സ്റ്റേഷൻ വരുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് മെട്രോ സ്റ്റേഷൻ്റെ അവിടെ എത്തിയിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് നേരെ നമ്മൾ സൗത്തിൻ്റെ അവിടെ പോയി ഇറങ്ങും കേട്ടോ. അവിടെ നിന്നാണ് ബസ് കിട്ടുന്നതാണ്. ഞാൻ നേരത്തെ അവിടെ നിന്നാണ് ബസ് കിട്ടി പോയിട്ടുള്ളത്. പക്ഷേ ഇവിടെ നിന്ന് കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞാൻ നിന്ന് നോക്കട്ടെ. ഇവിടെ നിന്ന് ബസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ബസ് പിടിച്ച് പോവാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മെട്രോയിൽ ഞാൻ കയറുണ്ടാവും കേട്ടോ. എങ്ങനെയെന്നുള്ളത് ഞാൻ കയറിയിട്ട് നിങ്ങൾക്ക് പറയാം എങ്ങനെയാണ് പോകണമെന്നുള്ളത്. അപ്പോൾ നമ്മൾ നേരെ മെട്രോ സ്റ്റേഷൻ്റെ ഫ്രണ്ട് സൈഡിൽ വന്നിരിക്കുകയാണ്. ടൗൺ ഹോൾ സ്റ്റേഷൻ ആട്ടോ ഇതിൻ്റെ പേര്. ടൗൺ ഹോൾ മെട്രോ സ്റ്റേഷൻ എന്നാണ് ഇതിൻ്റെ പറയുക. നമ്മുടെ എറണാകുളം നോർത്ത് സ്റ്റേഷൻ്റെ അടുത്തുള്ള മെട്രോ സ്റ്റേഷനാണ്. ബസ്സിന് തന്നെയാട്ടോ പോണത്. അപ്പോൾ ഞാൻ ആ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് പില്ലർ റോഡ് ക്രോസ് ചെയ്ത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നിരിക്കാട്ടോ. ഇവിടെ നിന്നാണ് നമ്മുടെ മട്ടാഞ്ചേരി ആ വില്ലിംഗ്ടൺ സൈഡിലേക്ക് പോകാനുള്ള ബസ് കിട്ടുക. അപ്പോൾ ബസ് കുറച്ച് ഇവിടെ നിൽക്കുള്ളൂ. എത്ര നേരം ആവുമെന്ന് അറിയില്ല. നമുക്ക് ബസ്സിൽ കയറിയിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു മെയിൻ ഏരിയ ആണ് കേട്ടോ. ബ്രോഡ്വേ മേനക ചെട്ടി എന്ന് പറഞ്ഞ ഏരിയയാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇവിടുത്തെ മാർക്കറ്റൊക്കെ ബ്രോഡ്വേ മാർക്കറ്റ് ഇല്ലേ, അതൊക്കെ ഇവിടെയാണ്. അപ്പോൾ അത് ഞാൻ എന്തായാലും ഒരു ദിവസം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അത് നമ്മളൊരു അടുത്തൊരു ഇതിനായിട്ട് വരുന്നുണ്ട്. ഇവിടുത്തെ ഈ ബ്രോഡ്വേയും മറൈൻ ഡ്രൈവൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് നമ്മളൊരു അടുത്തൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിനെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിത് ബസ്സിനാണ് കയറിയിരിക്കുന്നത്. ഇപ്പോൾ പൊക്കോണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെ പോയാലും ഒരു 40 മിനിറ്റ് എടുക്കുന്നതാണ് നമ്മുടെ മട്ടാഞ്ചേരി ഹോൾട്ട് എത്താനായിട്ട്, ആ സ്റ്റേഷൻ്റെ അവിടേക്ക്. നമ്മളിപ്പോൾ ഷിപ്പ് യാർഡ് കഴിഞ്ഞ് നേവൽ ബേസ് കഴിഞ്ഞ് കയറാൻ പോകാത്ത പാലം. അത് കഴിഞ്ഞ് വരുന്ന പാലാണ്. നമുക്ക് ഇനി കുറച്ച് നേരം കൂടെ എടുക്കും എത്താനായിട്ട്. ഇവിടെ നിന്ന് ഒരു 20-25 മിനിറ്റ് എന്തായാലും എടുക്കും. നമ്മൾ മട്ടാഞ്ചേരി വന്നിറങ്ങിയിട്ട് അവിടെ നിന്ന് വാട്ടർ മെട്രോ കയറി വീണ്ടും വില്ലിംഗ്ടണിൽ പോകട്ടോ. ആ ബസ്സിലത്തെ ചേട്ടൻ ചെറുതായിട്ടൊന്ന് മൂഞ്ചിപ്പിച്ചു, പറ്റിച്ചു. അപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ അവിടെ പോയിട്ട് പറയാം കേട്ടോ. ഈ വാട്ടർ മെട്രോ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് എപ്പോഴാണ് വില്ലിംഗ്ടണിൻ്റെ അവിടേക്കുള്ള ബോട്ട് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള കാര്യം ഞാൻ പറയാം. ആ ചേട്ടൻ ശരിക്കും ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവിടെ മട്ടാഞ്ചേരിയിൽ കൊണ്ടിറക്കിയിട്ട് പറയാം. ആ ചേട്ടൻ സ്റ്റോപ്പ് വിളിച്ച് പറഞ്ഞൊന്നും ചേട്ടൻ പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അതിൻ്റെ കാര്യം ഞാൻ പറയാം. എന്താ സംഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് കയറിയിട്ടോ ബസ്സിന് കയറിയപ്പോൾ ചേട്ടൻ പറഞ്ഞു ഹോൾട്ട് അവിടെ ഇറക്കി വിടാന്നാണ് പറഞ്ഞു കേട്ടോ. സംഭവം ഈ റെയിൽവേ സ്റ്റേഷനുള്ളത് വില്ലിംഗ്ടണല്ലേ. അത് പുള്ളിക്കാരനെ അറിയില്ല. പുള്ളിക്കാരൻ വേറെ എന്തോ കേട്ടിട്ട് എൻ്റെ അടുത്ത് ബസ്സിന് കയറാൻ പറഞ്ഞാൽ ഞാനങ്ങനെ കയറി. എൻ്റെ ഒരു 40 മിനിറ്റ് പുള്ളിക്കാരൻ കൊണ്ട് കളഞ്ഞു. ശരിക്കും വില്ലിംഗ്ടണിൻ്റെ ബസ്സിന് കയറാണെങ്കിൽ എനിക്കൊരു അരമണിക്കൂറിൽ അങ്ങോട്ട് എത്തായിരുന്നു. ഇത് വെറുതെ കുറേ ചുറ്റിച്ചിട്ട് ഇവിടെ കൊണ്ട് ഇറക്കിയിട്ട് പുള്ളി പറയാൻ ഞാൻ സ്റ്റേഷൻ്റെ ഹോൾട്ടിൻ്റെ പേരൊക്കെ പറഞ്ഞു, താൻ കേൾക്കാത്താണ്. അങ്ങനെ കുറേ തർക്കമായി. അപ്പോൾ ഞാനൊന്ന് വിട്ടു. എന്നിട്ട് മട്ടാഞ്ചേരി കൊണ്ട് വിട്ടിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ വാട്ടർ മെട്രോ സ്റ്റേഷനിൽ ഒന്ന് കയറിയിരിക്കട്ടോ. മട്ടാഞ്ചേരി ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് തന്നെ കേട്ടോ വാട്ടർ മെട്രോ ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് വില്ലിംഗ്ടണിൻ്റെ വരെ ആയത് ഒരാൾക്ക് 20 രൂപ കേട്ടോ. പിന്നെ അവിടെ നിന്ന് ബസ്സിന് എനിക്ക് ഞാൻ എവിടെ നിന്നാണ് മറ്റേ നോർത്ത് ലീസിൻ്റെ അവിടെ നിന്ന് കയറിയിട്ട് എനിക്ക് മട്ടാഞ്ചേരി വരെ ആൾ മേടിച്ചത് 18 രൂപയായിരുന്നു ഒരാൾക്ക്. നമ്മൾ മെട്രോ കയറാൻ പോകാട്ടോ. ഇപ്പോൾ ഇവിടെ നിന്ന് ആദ്യത്തെ സ്റ്റോപ്പിൽ തന്നെ നമ്മൾ ഇറങ്ങും. ഇത് ഹൈക്കോർട്ട് വരെ പോകുന്ന വാട്ടർ മെട്രോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മട്ടാഞ്ചേരി ഹോൾട്ട് സ്റ്റേഷനിൽ പോകണമെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക. മട്ടാഞ്ചേരി ബസ്സിലോ ഫോർട്ട് ബസ്സിലോ കയറണ്ട കേട്ടോ. വില്ലിംഗ്ടണിൻ്റെ പോണ ബസ്സിൽ കയറുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ മെട്രോ പ്രിഫർ ചെയ്യാൻ നല്ലത്. ഹൈക്കോർട്ടിലോ അല്ലെങ്കിൽ അടുത്തുള്ള ഒരു മെട്രോ സ്റ്റേഷൻ ഹൈക്കോർട്ടാണ്. ഹൈക്കോർട്ട് മെട്രോ സ്റ്റേഷനിൽ വന്ന് അവിടെ നിന്ന് വില്ലിംഗ്ടണിൻ്റെ വാട്ടർ മെട്രോ പിടിക്കുക ഏറ്റവും നല്ലത്. ബസ് റയറാണ് വില്ലിംഗ്ടണിൽ പോകാൻ. അല്ലെങ്കിൽ ഉള്ളത് ഓപ്ഷനാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇന്ന് എനിക്ക് തെറ്റിപ്പോയതാണ്. ഞാൻ കഴിഞ്ഞ വട്ടം കറക്റ്റായിട്ട്
കുറച്ച് അന്വേഷിച്ചാൽ പോയത്. പക്ഷേ ഇവിടെ അന്വേഷണമായിട്ട് പോയത്. പക്ഷേ ആ കണ്ടക്ടർ ചേട്ടൻ തന്ന പണിയാണ് നമുക്കായത്. ഞാൻ എടുത്ത് ചോദിച്ചു ഇങ്ങോട്ട് തന്നെയാണോ പോകണമെന്നുള്ളത്. അപ്പോൾ ആ ചേട്ടൻ അതേന്ന് പറഞ്ഞിട്ട് പിന്നെയാണ് നമുക്ക് കൺഫ്യൂഷൻസ് വന്നിട്ട് ഇങ്ങനെ പോകേണ്ടി വന്നത്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്യുക, കൊച്ചിൻ ഓൾഡ് ഹാർബർ ടെർമിനൽ സ്റ്റേഷനിലേക്ക് അതേപോലെ തന്നെ മട്ടാഞ്ചേരി ഹോൾ സ്റ്റേഷനിലേക്ക് പോകണമെങ്കിൽ വില്ലിംഗ്ടൺ ഐലൻഡ് ബസ് പിടിക്കുക. അതാണ് കറക്റ്റായിട്ട് നിങ്ങളെ കൊണ്ട് ഇറക്കി വിടുക. അങ്ങനെ ആ ഒരു വളഞ്ഞ് പിടിച്ചുള്ള സ്ഥലത്തിന് ശേഷമേ നമ്മുടെ വില്ലിംഗ്ടണിലേക്ക് പോകാണ്ടാവും. അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഓട്ടോ എടുത്തിട്ട് വേണ്ടി വരും നമുക്ക് മിക്കവാറും ആ സ്റ്റേഷനിലോട്ട് പോകാനായിട്ട്. കാരണം കുറച്ച് ദൂരം ഉണ്ടാവും. ഓട്ടോ ആണോ ബസ്സാണോ അറിയില്ലേ, ഈ ചിലപ്പോൾ ബസ് പിടിക്കണം, കുറവ് ഓട്ടോ തന്നെ പോകുള്ളൂ. കാരണം ഇനിയും ചുറ്റിത്തിരിയാൻ വയ്യ, കുറേ ആവും ആ ബസ്സിന് പോയിട്ട് തന്നെ ചുറ്റിത്തിരിഞ്ഞ് ആകെ മൊത്തം ഒരാളുണ്ടായിരുന്നു. അപ്പോൾ ഓട്ടോ തന്നെ പിടിച്ച് ഞാൻ പോകുള്ളൂ. മെട്രോ ഇപ്പോൾ ബാക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ബാക്ക് പുള്ളി ചെയ്തിട്ട് വേണം നമുക്ക് വീണ്ടും മുമ്പിലേക്ക് പോകാൻ തോന്നുന്നു. അപ്പോൾ അതന്നെ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ കേട്ടോ, ബാക്ക് പുള്ളി ചെയ്തതിന് ശേഷം നമ്മൾ പോകുന്ന ഡയറക്ഷൻ ഇതായിരിക്കും കേട്ടോ. ഇങ്ങനെയാവും നമ്മൾ പോവുക. അപ്പോൾ ടുവേർഡ്സ് ആ സൈഡിലേക്കാണ് ഹൈക്കോർട്ട് വരുന്നത് കേട്ടോ. നമ്മൾ കയറിയ മെട്രോ ടെർമിനൽ സ്റ്റേഷനായിട്ടത് മട്ടാഞ്ചേരി. 2 ആഴ്ചയായിട്ടുള്ളൂ കേട്ടോ ഇത് തുടങ്ങിയിട്ട്. മട്ടാഞ്ചേരി ടെർമിനൽ സ്റ്റേഷൻ തുടങ്ങിയിട്ട് രണ്ടാമത്തെ ആഴ്ചയാണ് ഇപ്പോൾ ഇത്. നമ്മളപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മളതിൽ അവിടെ നിന്ന് കയറി നമ്മൾ ആ മെട്രോയിൽ പോവാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. നമ്മുടെ പാരലൽ തന്നെ വേറൊരു ബോട്ടും പോകുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു ക്രൂസ് ഷിപ്പ് കിടക്കുന്നുണ്ട്. അത് ലക്ഷദ്വീപിലേക്കുള്ളതാണോ എന്ന് സംശയമുണ്ട് കേട്ടോ. അത് നമ്മളിത് വില്ലിംഗ്ടണിൽ വന്നപ്പോൾ കണ്ടതാട്ടോ ലക്ഷദ്വീപിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസ്. അപ്പോൾ അവിടെ ഞാനൊരു ഷിപ്പ് കണ്ടിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ലക്ഷദ്വീപിലേക്കൊക്കെ പോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാനായിട്ട് ഇവിടെയാണ് ആൾക്കാർ വരിക തോന്നുന്നുണ്ട് കേട്ടോ, അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് വില്ലിംഗ്ടണിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് നമുക്ക് ആ സ്റ്റേഷൻ എവിടെയുള്ളത് നോക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മളിത് ഹോൾട്ട് സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിരിക്കുക കേട്ടോ. ഇവിടെയാണ് ഞാൻ ഓട്ടോ വന്ന് ഇറങ്ങിയത്. അപ്പോൾ അവിടെ നിന്ന് ഓട്ടോന് ഓൾമോസ്റ്റ് ഒരു 90 അടുത്തായിട്ടോ മറ്റേ വാട്ടർ മെട്രോന്ന് ഹോൾട്ട് സ്റ്റേഷൻ വരെ വരാൻ. അപ്പോൾ ഞാൻ അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ ഇതേ കിടക്കണതാണ് മട്ടാഞ്ചേരി ഹോൾട്ട് സ്റ്റേഷൻ. അപ്പോൾ നമ്മളിത് പതുക്കെ ഒന്ന് അകത്തേക്ക് പോകാം കേട്ടോ, പോയി നോക്കാം. അപ്പം അങ്ങനെ ഞാൻ ആ ഹോൾട്ട് സ്റ്റേഷൻ്റെ അവിടേക്ക് എത്തിയിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ട്രാക്കിൻ്റെ ഇപ്പുറത്തിൽ കൂടെ പോകട്ടോ, സ്റ്റേഷൻ്റെ ബിൽഡിങ്ങിന് അങ്ങോട്ട് പോകാനാണ്. ഇവിടെ ആരും കാണാനില്ല. ഇനിയിപ്പോൾ ഇവരെന്താ പറയാമെന്നറിയില്ല കേട്ടോ. ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കുമോ എന്നുള്ളത് നമുക്കൊന്ന് പോയി നോക്കണം. പക്ഷേ ഇവിടെ നിന്ന് അങ്ങനെ ആരും കാണാനില്ല. അതുകൊണ്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന തോന്നണം കേട്ടോ. പണ്ടത്തെ ഒരു സ്റ്റേഷനാണ് നമ്മുടെ വില്ലിംഗ്ടണിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു സ്റ്റേഷൻ കേട്ടോ. അവിടെ നിന്ന് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് അടുത്തത് നിൽക്കുന്ന കേട്ടോ ഈ മട്ടാഞ്ചേരി ഹോൾട്ട് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇതാട്ടോ സ്റ്റേഷൻ്റെ അങ്ങോട്ട് പോണ വഴി. അപ്പോൾ ഞാൻ അകത്തേക്ക് കിടന്നിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ നമ്മൾ നേരെ വന്ന് കഴിഞ്ഞ് ഇങ്ങനെ അകത്തേക്ക് കിടന്നു കഴിഞ്ഞാൽ അതേ കാണാം കേട്ടോ റെയിൽവേ ട്രാക്ക്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഹോൾട്ട് സ്റ്റേഷൻ അങ്ങോട്ട് എത്താൻ പറ്റും. ഇവിടെ നിന്ന് ആരുമില്ല കേട്ടോ. ഇതാണ് നമ്മുടെ സ്റ്റേഷൻ്റെ ഒരു പരിസരം ഉണ്ടായിരുന്നത്, കണ്ടില്ലേ? അവിടെ ഒരു ചെറിയൊരു പണ്ടത്തെ സിഗ്നലിങ്ങിൻ്റെ സംഭവമാണ് ഞങ്ങളത് കാണുന്നത് കേട്ടോ. ആ ഇതിൽ കൂടെയാണ് പണ്ടത്തെ മറ്റേ സിഗ്നലിലെ കാര്യങ്ങളൊക്കെ മറ്റേ ഹാൻഡ് ഓവർ ചെയ്യാറ് മറ്റേ ട്രെയിൻ വരുന്ന സമയത്തൊക്കെ. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ട്രാക്ക്. ജസ്റ്റ് നമുക്ക് ഇങ്ങനെയാണ് പോകണത് ഇങ്ങോട്ട്. ഇതാണ് കേട്ടോ ആ സ്റ്റേഷൻ്റെ പഴയ ബിൽഡിങ്. അപ്പം നമ്മളിത് ഇങ്ങനെ ഫ്രണ്ടിൽ കൂടെ കയറിയിട്ട് ആ ട്രാക്കിൻ്റെ അവിടേക്ക് നിൽക്കാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ മറ്റേ ആ ട്രെയിനുകൾ മറ്റേ ഒരു സമയത്ത് ട്രെയിനുകൾ ഓടിക്കൊണ്ടിരുന്ന ഒരു സ്പേസ് ആട്ടോ ഈ ഹോൾട്ട് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ആ സ്റ്റേഷൻ്റെ ബിൽഡിങ്. അതുകൊണ്ട് പൊട്ടിപ്പൊളഞ്ഞ അവസ്ഥയാട്ടോ. നമ്മുടെ ആ സിഗ്നൽ കൈമാറുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണില്ല, ആ ദൂരത്തെ ഫ്രെയിമിൽ കാണുന്നുണ്ട് ഗരീബറത്തിൻ്റെ ICF റേക്ക് അവിടെ കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ അതോടെ കുറച്ച് കാലം ഇപ്പോൾ ഇവിടെ കിടക്കണം, വില്ലിംഗ്ടണിൻ്റെ മട്ടാഞ്ചേരി ഹോൾട്ടിൻ്റെ ഇടയ്ക്കായിട്ട് കിടക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേഷൻ്റെ ഒരു ഭാഗം. ഇങ്ങനെ പോണ സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്പോട്ടാട്ടോ അത്. നമ്മുടെ ഗോൾഡൻ ചാരിയറ്റ് വന്ന സമയത്തൊക്കെ ഈ വഴിയാട്ടോ പോയിരുന്നത്. അത് മറ്റേ വില്ലിംഗ്ടൺ ഐലൻഡിൽ കൂടെ നമ്മുടെ ഓൾഡ് ഹാർബർ ടെർമിനൽ സ്റ്റേഷനാണ് ഗോൾഡൻ ചാരിയറ്റ് ട്രെയിൻ ഇട്ടിരുന്നത് കേട്ടോ. അപ്പോൾ ആ സമയത്തൊക്കെ ഇവിടെ ഈ ട്രെയിൻ സ്പോട്ട് ചെയ്യാനായിട്ട് കുറേ റെയിൽ ഫാൻസ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മട്ടാഞ്ചേരി ഹോൾട്ട് എന്ന് പറഞ്ഞ സ്റ്റേഷൻ്റെ സിഗ്നൽ ബിൽഡിങ്. ഇതാട്ടോ പഴയ സ്റ്റേഷൻ്റെ കണ്ടില്ലേ മട്ടാഞ്ചേരി ഹോൾട്ട്. നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല കേട്ടോ, ഫുള്ള് കാട് പിടിച്ച് കിടക്കുക. അവിടെ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇവർ. പണ്ടത്തെ റെയിൽവേ സ്റ്റേഷനാണ്, കണ്ടാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇപ്പം ഇങ്ങനെയാണ് കിടക്കണത്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗരീബത്തിൻ്റെ റേക്കൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. അത്യാവശ്യം ഒരു നല്ലൊരു സ്റ്റേഷൻ തന്നെയാണ് കേട്ടോ അത്. നമുക്ക് കാണാനും എല്ലാം കൊണ്ടും സ്പോട്ടിങ്. ഇതിങ്ങനെ നേരെ പോയി പണ്ടത്തെ ട്രെയിനൊക്കെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നേരെ പോയിട്ട് അങ്ങനെയാണ് എറണാകുളം ത്രൂ ആണ് ചെന്നൈയിലേക്കൊക്കെ മദ്രാസ് മെയിൽ ഇപ്പോൾ കൊണ്ടുവരുന്ന ഒരു റൂട്ടാട്ടോ അത്. ചെന്നൈ മെയിൽ പണ്ട് ഓൾഡ് ഹാർബർ ടെർമിനസ് ടു MGR ചെന്നൈ സെൻട്രലായിരുന്നു. കണ്ടോ ഇവിടെ ഒരു ബുക്കിംഗ് ഓഫീസ് പോലെ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഓൾഡ് ഹാർബർ ടെർമിനൽ സ്റ്റേഷനിലും ഒരു ബുക്കിംഗ് ഓഫീസ് ഉണ്ട് കേട്ടോ. അതിപ്പോഴും വർക്കിംഗ് ആണ്. സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ ഒരു ചെറിയ റൂമും അങ്ങനെയായിട്ട് ഒരു ചെറിയ ടിക്കറ്റ് കൗണ്ടർ നിങ്ങൾ ഗ്യാപ്പിൽ കാണാമല്ലോ. ഇതൊക്കെ ആട്ടോ പണ്ടത്തെ ഒരു കുഞ്ഞ റെയിൽവേ സ്റ്റേഷൻ എന്ന് നമുക്ക് പറയാനുള്ള ആ മട്ടാഞ്ചേരി ഹോൾട്ട് സ്റ്റേഷൻ. ഇത് വരുന്നത് വില്ലിംഗ്ടൺ ഐലൻഡിലാണ് കേട്ടോ ഈ സ്റ്റേഷൻ വരുന്നത്. സ്വതവേ റെയിൽ ഫാൻസ് ഒക്കെ കൂടുതൽ വരുന്ന ഒരു സ്പോട്ടാട്ടോ. അങ്ങനത്തെ ആ ഒരു സിഗ്നലിൻ്റെ ബിൽഡിംഗ് ഒന്നും ഇപ്പോൾ എവിടെയും നമുക്ക് കാണാൻ പറ്റില്ല. റയറാണ് ഹാൻഡ് സിഗ്നലിംഗ് സിസ്റ്റം ഒക്കെ കാണുന്നത്. അപ്പോൾ ഇവിടെ മാത്രമാണ് ആ ബിൽഡിംഗ് അവിടെ സർവൈവ് ഉള്ളൂ. പക്ഷേ അവിടെ പരിപാടികളൊന്നുമില്ല കേട്ടോ. ഈ വഴിക്ക് സ്റ്റോപ്പ് ചെയ്ത് അത്യാവശ്യം കൊല്ലങ്ങളായിട്ടോ ഈ വഴിക്ക് ട്രെയിൻ സർവീസ് നിർത്തി വെച്ചിട്ട്.
അപ്പോൾ മുന്നേ ഈ വഴി ഒരു ഡെമോ സർവീസ് നടത്തിയിരുന്നു. അത് അധികം കാലമൊന്നും ഓടിയില്ല, സക്സസ്ഫുൾ ആവാണ്ടായപ്പോൾ അത് നിർത്തിയിട്ടോ. അപ്പോൾ അന്ന് നിർത്തിയ ട്രെയിൻ സർവീസാണ് ഈ ത്രൂ. പിന്നെ ഇതേപോലെ ഗോൾഡൻ ചാരിയറ്റ് വന്നപ്പോൾ ഈ വഴിക്ക് കൊണ്ടുപോയി മട്ടാഞ്ചേരി മറ്റേ ഓൾഡ് ഹാർബർ ടെർമിനൽ സ്റ്റേഷനിൽ ഇട്ടിരുന്നു. അതേപോലെ നമുക്ക് അവിടെ കാണാം ഗരീബ്രത്തിൻ്റെയും കുറച്ച് ഡിസ്മാൻഡിൽ ആവാനുള്ള റേക്കുകൾ അല്ലെങ്കിൽ കാലക്രമേണ പഴക്കം വന്ന റേക്കുകളാണ് അവിടെ കൊണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ അവർ മെയിനായിട്ട് ആ സംഭവം യൂസ് ചെയ്യുന്നത്. ശരിക്കും ഇവിടേക്ക് ഒന്ന് ഡെവലപ്പ് ചെയ്തെടുത്ത് നല്ല അടിപൊളി ഒരു ഇതാക്കി ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ റൂട്ടിൽ കൂടെ സർവീസ് നടത്താം. പണ്ട് ട്രെയിനുകൾ പൊയ്ക്കൊണ്ടിരുന്ന ഒരു റൂട്ടാണിത്. ഓൾഡ് ഹാർബർ ടെർമിനസിൽ നിന്ന് ചെന്നൈയിലേക്കും ഡൽഹിയിലേക്കൊക്കെ ട്രെയിൻ പൊയ്ക്കൊണ്ടിരുന്ന റൂട്ടാണിത്. അതാണിപ്പോൾ ഇങ്ങനെ അബാൻഡൻ ആയിട്ട് കിടക്കുന്നത്. ഇതാണ് നമ്മുടെ സ്റ്റേഷൻ്റെ കയറുന്ന വഴി കേട്ടോ. നമുക്ക് ആ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന വഴി കൂടെ പോകുമ്പോൾ നമുക്ക് അതാണ് മറ്റേ വില്ലിംഗ് ടണലിലേക്ക് പോണ വഴി. നിങ്ങൾക്ക് ആ റോഡ് കാണാനില്ലേ? അപ്പോൾ അവിടെ നിന്ന് പോകുമ്പോൾ ആൾക്കാർക്ക് ഈ സ്റ്റേഷൻ കാണാൻ പറ്റും. ഇവിടെ നിന്ന് കുറച്ച് 2-3 കിലോമീറ്ററും കൂടെ പോകുമ്പോഴാണ് നമ്മുടെ മെയിൻ ഓൾഡ് ഹാർബർ ടെർമിനസ് റെയിൽവേ സ്റ്റേഷൻ വരിക. ഇത് ഈ വഴി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഈ ആ കാണുന്ന ആർച്ചില്ലേ, ആ റോഡാണ് നമ്മുടെ വില്ലിംഗ് ടണലിലേക്ക് പോകുന്ന റോഡ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ഒരു സ്റ്റേഷൻ്റെ ഒരു എൻട്രൻസ് എന്ന് പറഞ്ഞൊരു കവാടം വരുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തെ സൈഡിൽ കൂടെ പോകുന്ന സമയത്ത് ബസ് റൂട്ടാണത്. അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഈ മട്ടാഞ്ചേരി ഹോൾട്ട് സ്റ്റേഷൻ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഈ മട്ടാഞ്ചേരി ഹോൾട്ട് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഓപ്പൺ ആയത് 1904 ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൊർണൂരിൽ നിന്ന് ഈ എറണാകുളം ഹാർബറിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ഗേജ് ഒരു ലൈനായിട്ടാണ് ഈ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ തുടങ്ങുന്ന സമയത്ത് ഇത് മീറ്റർ ഗേജ് ആയിരുന്നു. ഈ മട്ടാഞ്ചേരി ഹോൾട്ട് സ്റ്റേഷൻ കൊച്ചിൻ ഹാർബർ ടെർമിനസ് വരെ മീറ്റർ ഗേജ് ആയിരുന്നു കേട്ടോ. അതിന് ശേഷം ഇവർ 1946 ആയപ്പോഴാണ് ഇത് ബ്രോഡ് ഗേജ് ആയിട്ട് കൺവേർട്ട് ചെയ്തത്. അപ്പോൾ ആ സമയം മുതൽ മറ്റേ വലിയ ട്രെയിനുകൾ ഇവിടെ ഓടിത്തുടങ്ങിയിരുന്നു കേട്ടോ. ആ ബ്രോഡ് ഗേജ് കൺവേർഷന് ശേഷമാണ് കുറച്ച് പാസഞ്ചർ ട്രെയിനുകൾ ഉണ്ടായിരുന്നത്. അന്നും തുടക്കത്തിൽ പാസഞ്ചർ ട്രെയിൻ ഉണ്ടായിരുന്നു. പക്ഷേ ബ്രോഡ് ഗേജ് കൺവേർഷൻ ആയതോടെ കുറച്ച് എന്താ പറയുക, കുറച്ച് വലിയ ട്രെയിനുകൾക്കൊക്കെ ഈ വഴി സർവീസ് നടത്താൻ പറ്റിയിരുന്നു. അങ്ങനെയാണ് ഈ ഒരു സ്റ്റേഷൻ്റെ ഒരു ഇത് വരുന്നത്. പണ്ട് ചരക്ക് നീക്കത്തിനും അതേപോലെ തന്നെ ആൾക്കാർക്ക് യാത്ര ചെയ്യാനുള്ള നീക്കത്തിനും വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റേഷൻ തുടങ്ങിയത്. മെയിനായിട്ടും ആ കൊച്ചി ടു ഷൊർണൂരിലേക്കുള്ള ചരക്ക് നീക്കത്തിനാണ് ആദ്യമായിട്ട് തുടങ്ങിയത് കേട്ടോ. അതിനുശേഷമാണ് ഇത് പാസഞ്ചേഴ്സിനും വേണ്ടിയിട്ടും കൂടെയുള്ള ഒരു പാസഞ്ചർ സർവീസ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് MTNC എന്നാണ് കേട്ടോ. മട്ടാഞ്ചേരി ടെർമിനൽ ഹോൾട്ട് സ്റ്റേഷന് വരുന്ന കോഡ് എന്ന് പറയുന്നത് MTNC എന്നാണ്. നമ്മളിപ്പോൾ വാട്ടർ മെട്രോയിൽ ചെന്ന് കയറാൻ പോവാട്ടോ. ഇതാണ് വാട്ടർ മെട്രോയുടെ എൻട്രൻസ് വരുന്നത്. വില്ലിംഗ് ടണലിൻ്റെ വാട്ടർ മെട്രോ എൻട്രൻസിലേക്ക് നമ്മളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ വില്ലിംഗ് ടണലിൻ്റെ വാട്ടർ മെട്രോയിൽ വന്നിരിക്കുക കേട്ടോ. ഇവിടെ നിന്ന് ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ അരമണിക്കൂർ കൂടുമ്പോൾ സർവീസ് ഉണ്ടെന്ന് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നമുക്കിപ്പോൾ കയറിയിട്ട് നേരെ ഹൈക്കോർട്ടിലേക്കാണ് പോകേണ്ടത്. നമ്മൾ അടുത്ത പോകുന്ന സ്ഥലം ഹൈക്കോർട്ടിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിത് വാട്ടർ മെട്രോ എത്തിക്ക് കയറാൻ പോവാണ്. നമ്മൾ വില്ലിംഗ് ടൺ കയറിയിട്ട് അവിടെ നിന്നുള്ള മെട്രോ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് പതുക്കെ ഹൈക്കോർട്ട് ലക്ഷ്യമായിട്ട് പോവാം കേട്ടോ. ഇനി ഇവിടെ നിന്ന് 20 മിനിറ്റൊക്കെ മതി തോന്നുന്നു ഹൈക്കോർട്ട് പോകാനായിട്ട്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് വലിയൊരു ഒരു ചരക്ക് കപ്പൽ കാർഗോ ഷിപ്പ് സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൽ നിന്ന് ഫോർട്ട് കൊച്ചി വരെ പോകാനായിട്ട് 30 രൂപ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അവിടെ നിന്ന് കയറി ഫോർട്ട് കൊച്ചി പോകുകയാണെങ്കിൽ ഇപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് നേരം അവിടെ ഒന്ന് ഫോൺ ചാർജ് ഉണ്ട് എനിക്ക് മെയിനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓൾഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഫുഡ് അടിയും വേണം. അപ്പോൾ അതൊക്കെ എന്താണെന്നുള്ളതൊരു പ്ലാൻ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മുമ്പിലോട്ട് ഞാൻ അങ്ങനെ നോക്കിയിട്ട് കാര്യങ്ങൾ പറയാം. ദൂരെയൊക്കെ കാണുന്നത് കണ്ടൽക്കാടുകൾ തന്നെയാണ് തോന്നുന്നുണ്ട് കേട്ടോ. ആ സൈഡിൽ മറ്റേ ടൂറിസം ബോട്ടും ഉണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ബോട്ടുണ്ട്. ഞാൻ ആലപ്പുഴ പോകുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും KSRTC പോലെ തന്നെ വാട്ടർ സർവീസിനും ഗവൺമെൻറ്റിൻ്റെ ബോട്ട് ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതും പോകേണ്ടത് തോന്നുന്നുണ്ട് കേട്ടോ. ആ സൈഡിലായിട്ട് ആ ദൂരെ കാണുന്ന കാഴ്ചയിൽ പോകുന്ന ബോട്ട് അതാണ്. പിന്നെ അവിടെ തന്നെ നിങ്ങൾക്ക് കാണാം സൂം കേട്ടോ, ഒരു വാട്ടർ മെട്രോ ആ ഭാഗത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. അത് വൈപ്പിൻ ഭാഗത്തേക്കാണ് തോന്നുന്നത് എനിക്ക്. അങ്ങനെ നമ്മളത് ഹൈക്കോർട്ട് ചെട്ടി എടുത്തോണ്ടിരിക്കുക കേട്ടോ. ഒരു 20 മിനിറ്റിൻ്റെ അടുത്തായിട്ടുള്ളൂ കേട്ടോ. 20-25 മിനിറ്റ് അടുത്തുള്ളൂ നമുക്ക് ഇങ്ങോട്ട് എത്താനായിട്ട്. ഇത് നമ്മൾ ബസ്സിനൊക്കെ വരാണെങ്കിൽ ചുറ്റിപ്പിടിച്ച് തിരിഞ്ഞൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു 1-1.5 മണിക്കൂറിൻ്റെ അടുത്താവും. അപ്പോൾ നമ്മുടെ ബോട്ടിന് ഇവരിങ്ങനെ കൊണ്ട് ഒന്ന് കറക്കി എടുത്ത് റിവേഴ്സ് എടുത്തിട്ടൊക്കെ ആവും നമ്മുടെ ഉള്ളിൽ ചെട്ടിയിൽ കൊണ്ട് കയറ്റുക. ഹൈക്കോർട്ട് വാട്ടർ മെട്രോൻ്റെ അകത്ത് കൊണ്ട് കയറ്റുന്നത് അങ്ങനെ ആവുള്ളൂ. ഇനിയിപ്പോൾ ഒന്ന് റിവേഴ്സൊക്കെ പോയി കറക്റ്റ് ഇവിടുത്തെ ഒരു ഗ്യാപ്പ് കിട്ടണം. ആ ഗ്യാപ്പിലാവും നമ്മുടെ വാട്ടർ മെട്രോ കൊണ്ട് പാർക്ക് ചെയ്യുക. മിക്കവാറും ഇപ്പോൾ ഇവിടെ കിടക്കുന്നത് ഇപ്പോൾ വന്ന ആൾക്കാർ ഇറങ്ങിയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് അതെടുത്തിട്ടാണ് തോന്നുന്നത് നമ്മുടെ കയറുക. അല്ലെങ്കിൽ ഇപ്പോൾ ഈ അറ്റത്ത് കിടക്കണ ഗ്യാപ്പിലും കയറ്റാൻ ചാൻസ് ഉണ്ട്. അവിടേക്ക് തന്നെ പോകുന്നത് തോന്നുന്നുണ്ട് കേട്ടോ.
ആ വാട്ടർ മെട്രോ എടുക്കാനൊന്നുമില്ല കേട്ടോ. നമ്മളെ ഏറ്റവും അറ്റത്തുള്ളതിൽ കൊണ്ടാണ് നമ്മുടെ ഇത് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ഇറങ്ങുക. അപ്പം അങ്ങനെ നമ്മളൊരു 25 മിനിറ്റിൻ്റെ യാത്രയ്ക്ക് ശേഷം ഹൈക്കോർട്ടിലെത്തിയിരിക്കുക കേട്ടോ. അടുപ്പിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടേക്ക് ഇറങ്ങും. ഇറങ്ങിയിട്ട് നമ്മളൊന്ന് ഫോൺ എനിക്ക് ചാർജ് ചെയ്യണം. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ആ ഓൾഡ് റെയിൽവേ സ്റ്റേഷനിലും കൂടെ പോകുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മൾ ഹൈക്കോർട്ടിൽ വന്നിറങ്ങി. ഫോൺ ഒരു അരമണിക്കൂർ ചാർജിന് കേട്ടോ, കാരണം ഷൂട്ട് ചെയ്യണമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് പുറത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ മറൈൻ ഡ്രൈവിൻ്റെ വാക്ക് വേയിൽ ഉണ്ട്, അതിൻ്റെ അടുത്തായിട്ടാണ് ഈ മെട്രോ സ്റ്റേഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് നേരെ പോകുന്നത് ഓൾഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് കേട്ടോ. അപ്പോൾ അവിടെ പോയതിന് ശേഷം ഫുഡ് അടിക്കാമെന്നാണ് ഇപ്പോൾ എൻ്റെ പ്ലാൻ. അപ്പോൾ അതിനെക്കുറിച്ച് തന്നെ ഞാൻ അങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കണം. കാരണം അവിടെ നമുക്ക് വെയിലാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഷൂട്ട് ചെയ്യാനുള്ളൊരു പരിമിതി അവിടെ ഉണ്ടാവും തോന്നില്ല. അപ്പോൾ നമുക്ക് വെയിൽ ലൈറ്റ് പോകുന്നതിന് മുന്നേ നമുക്കത് ഷൂട്ട് ചെയ്തതിന് ശേഷം ഫുഡ് പിന്നെയും കഴിക്കാമെന്നാണ് എൻ്റെ ഒരു പ്ലാൻ. അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയിട്ട് അങ്ങോട്ട് പോവാണ്. ഇവിടെ കുറച്ച് സ്കൂൾ കുട്ടികൾ വന്നിരിക്കുക കേട്ടോ. ഒരു വാട്ടർ മെട്രോയിൽ പോകാനാവുന്നുണ്ട്, ഫോർട്ട് കൊച്ചിക്ക് പോകാനാവുന്നുണ്ട്. അപ്പോൾ ഇവരൊരു ജസ്റ്റ് സ്കൂളിൽ നിന്ന് ഒരു ഔട്ടിങ് പോലെ കൊണ്ടുവന്നിരിക്കുക. അപ്പോൾ നമ്മളിതിൻ്റെ വാക്ക് വേ കൂടെ നടക്കുകയാണ്. അപ്പുറത്തും കുറച്ച് സ്റ്റുഡൻസ് ഇതുപോലെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് മൊത്തത്തിലൊരു ഇവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഡേ ഇവർ മാറ്റി വെച്ചിരിക്കാവുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വാട്ടർ മെട്രോയുടെ കോംപ്ലക്സ് വരുന്നത് ഹൈക്കോർട്ടിൻ്റെ. അപ്പോൾ നമ്മളിത് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാണുന്ന ഒരു എക്സിറ്റിൽ കൂടെ നമ്മൾ നേരെ പുറത്ത് കിടന്നിട്ട് അന്വേഷിക്കണം കേട്ടോ എങ്ങനെയാണ് ആ സ്റ്റേഷനിലേക്ക് പോകേണ്ടതെന്നുള്ളത്. ആ ഓൾഡ് സ്റ്റേഷനിലേക്ക് നമുക്കിപ്പോൾ അനുമതിയില്ല കേട്ടോ. ഇവിടെ എന്തോ കുറച്ച് കാലമായിട്ട് ഗവൺമെൻറ് സെൻട്രൽ റെയിൽവേ ഇത് അടച്ചിട്ടേക്കാത്ര. ഇതിൻ്റെ ഉള്ളിൽ മൊത്തം എന്തോ അവർ നാട്ടുകാർ പറഞ്ഞത് ആൾക്കാർ കയറിയിട്ട് ഭയങ്കരമായിട്ട് മിസ്യൂസ് നടത്തുന്നുണ്ട് ഈ ഏരിയയിൽ. സോ അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് ഞാൻ പുറത്തുനിന്ന് ബിൽഡിംഗ് കാണിച്ചതാണ് കേട്ടോ. ഇതാണ് ആ റെയിൽവേ സ്റ്റേഷൻ്റെ ബിൽഡിംഗ്. അപ്പുറത്തൊരു ട്രാക്കിൻ്റെ ഇത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് എനിക്കിത് കാണിക്കാൻ പറ്റിയത്. ഞാൻ വിചാരിച്ചത് ഇപ്പോൾ എന്തെങ്കിലും രീതിക്ക് കയറാൻ പറ്റുന്ന ആവശ്യത്തോടെ എല്ലാവരോടും ചോദിച്ചപ്പോഴും പറ്റില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാനപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്, പക്ഷേ ഇത് കാണാൻ പറ്റിയില്ല. ഞാൻ നോക്കട്ടെ, വേറെ ഏതെങ്കിലും സൈഡിൽ പോയിട്ട് വേറെ ക്ലിപ്സ് കാണിച്ചു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഈ ഗ്യാപ്പിൽ കൂടെ കാണുന്നത് കേട്ടോ ആ റെയിൽവേ സ്റ്റേഷൻ്റെ ബിൽഡിങ്, ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ്റെ ബിൽഡിംഗ് ആണ്. അപ്പോൾ ഞാൻ കുറച്ച് ലേറ്റായി വരാൻ, കുറച്ചുകൂടെ മുന്നേ വന്നിരുന്ന സമയമൊക്കെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി കാണാൻ പറ്റിയിരുന്നു. ഈ അടുത്തായിട്ടാണ് റെയിൽവേ അടച്ചിട്ടത് കേട്ടോ. ഇതിനെ പോലത്തെ കുറച്ച് ഭാഗങ്ങൾ കാണാൻ പറ്റുന്ന ഞാൻ നിങ്ങൾക്ക് പകർത്തി കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു ഹൈക്കോർട്ടിൻ്റെ ജംഗ്ഷൻ ക്രോസ് ചെയ്ത് നേരെ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതിപ്പോൾ ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ റോഡ് എന്നാണ് ഇതിൻ്റെ പേര്. പക്ഷെ നമുക്കിവിടെ വന്നിട്ട് നമ്മുടെ കാര്യം നടന്നില്ല, റെയിൽവേ സ്റ്റേഷൻ കാണാൻ പറ്റിയില്ല. കാരണം അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അവർ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ മെയിൻ റോഡ് പിടിച്ച് നടക്കുക കേട്ടോ. നമ്മൾ നടന്ന് ഇപ്പോൾ എവിടെ നിന്നെങ്കിലും ഭക്ഷണം കഴിക്കണം. അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചതിൽ എനിക്ക് ഒരു സ്പോട്ട് മേലേക്ക് കവർ ചെയ്യാൻ പറ്റി. പിന്നത്തത് ഇവിടുത്തെ ഈ സ്റ്റേഷനാണ് നമുക്ക് ഒന്ന് ഇതായി പോയത്. അതിപ്പോൾ ഈ അടുത്താണ് അവർ ക്ലോസ് ചെയ്തതെന്നാണ് എനിക്കറിയാൻ പറ്റിയത് കേട്ടോ. കഴിഞ്ഞ മാസം ആ സമയത്തെക്കാണ്ടാണ് ഇത് ക്ലോസ് ചെയ്തിട്ടേക്കണത്. അവിടെ തീരുമാനത്തിലെത്തിയെന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ നമ്മൾ വീണ്ടും ഓൾഡ് സ്റ്റേഷൻ കാണാൻ പറ്റാണ്ട് തിരിച്ചു നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മറൈൻ ഡ്രൈവ് കുറച്ച് നേരം ഒന്ന് നിന്നിട്ട് അത് കഴിഞ്ഞിട്ടാവും നമ്മൾ പോകാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വീഡിയോ എൻഡ് ചെയ്യാനാവും. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് ഞാൻ നോക്കി വന്നതിൽ പ്രത്യേകിച്ചൊന്നും ഷൂട്ട് ചെയ്യാനില്ല. ആ ഒരു സ്റ്റേഷൻ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ വന്ന നേരത്തെ ഒരു തിരക്കൊന്നും മറൈൻ ഡ്രൈവിലില്ല കേട്ടോ. ഒരു 4 മണി 5 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് മറൈൻ ഡ്രൈവിൽ അത്യാവശ്യം ആൾക്കാർ വരിക. വൈകിട്ടൊരു 4:30 ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ ഒരു പീസ്ഫുൾ വൈബാവും കേട്ടോ. ഈ മറൈൻ ഡ്രൈവിന് ഒരു പീസ്ഫുൾ വൈബാവും. അത്യാവശ്യം ആൾക്കാർ നടക്കാനും പിന്നെ കുറേ പേരൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്ന ഒരു സമയമാണ്. ആ സൺസെറ്റിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ തന്നെ ഇവിടെ നിന്നുള്ള വ്യൂ ഭയങ്കര ഒരു അടിപൊളിയായിട്ടോ കാണാൻ. ഞാൻ ഇടയ്ക്ക് കൊച്ചി വരുന്ന സമയത്തൊക്കെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഇരിക്കാറുണ്ട്. നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് കിട്ടുക ആ ഒരു സൺസെറ്റിൻ്റെ സമയമാകുമ്പോൾ. അപ്പോൾ ഇപ്പം മറൈൻ ഡ്രൈവിലാണുള്ളത്. ഇപ്പം ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. നമ്മുടെ പ്ലാനുകളിൽ ഒരെണ്ണം മാത്രം ചെറുതായിട്ട് പാളേൻ്റെ ഒരു വിഷമത്തിലാണ്. അപ്പോൾ നമ്മളിനി ഇത് കഴിഞ്ഞാൽ തിരിച്ചു പോകാവും. അപ്പോൾ നമ്മൾ രാവിലെ തുടങ്ങിയ ഒരു ചെറിയ യാത്ര ഇവിടെ വന്ന് അവസാനിക്കാം കേട്ടോ. മറൈൻ ഡ്രൈവിൽ നിന്ന് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വാട്ടർ മെട്രോ ഒക്കെ നല്ലതായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി കേട്ടോ. മട്ടാഞ്ചേരിയിൽ നിന്ന് കയറി നമ്മൾ വില്ലിംഗ്ടൺ ലൈനിൽ വന്നു. വില്ലിംഗ്ടൺ ലൈനിൽ നിന്ന് വീണ്ടും കയറി നമ്മൾ ഹൈക്കോർട്ട് വന്നു. അപ്പോൾ വാട്ടർ മെട്രോയിൽ നിന്ന് അത്യാവശ്യം കഴിഞ്ഞ വട്ടത്തിനേക്കാളും കൂടുതൽ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ മട്ടാഞ്ചേരി ഹോൾഡ് സ്റ്റേഷനും നല്ല അടിപൊളി രീതിയിൽ കവർ ചെയ്യാൻ പറ്റി കേട്ടോ. ആകുള്ളൊരു വിഷമം മറ്റേ എറണാകുളം ഓൾഡ് സ്റ്റേഷൻ കവർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ഇതിലായിട്ട് നമുക്ക് ഇവിടെ കിടക്കുകയാണ്. പക്ഷേ അതിനിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ക്ലോസ് ചെയ്തെന്നാണ് അറിയാൻ കിട്ടിയൊരു ഇൻഫർമേഷൻ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനലിൽ പുതിയതായിട്ട് കാണുന്നതിന് എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് അതെന്തായാലും വീഡിയോയുടെ ഇടയിൽ രേഖപ്പെടുത്തുക. അതാണ് എനിക്ക് പുതിയ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. പാക്കലാം ഗൈസ്, ബൈ.